ഈ പോളിടെക്നിക്ക് പഠിച്ചിട്ട് നമ്മൾ ഈ പോളിടെക്നിക് അല്ലേ നമ്മുടെ എല്ലാം ഒരു മറ്റേ ആശാന്റെ വൈതരണി ആശാന്റെ വർക്ക്ഷോപ്പും വൈതരണി ആശാന്റെ വർക്ക്ഷോപ്പില് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മോട്ടോർ വാഹന വകുപ്പിൽ ജോലിയായി. അവന്റെ വണ്ടിക്ക് ചീറ്റപ്പുലി എന്ന് പേരിട്ടു. ഞാൻ അന്നിട്ട ഒരു ട്രോൾ ഞാൻ ഇന്ന് ഓർക്കുന്നത്, ട്രോൾ ഉണ്ടാക്കിയതാ. എന്നാ പിന്നെ മിന്നൽ എന്ന് പറഞ്ഞാൽ മിന്നൽ ആകാശത്ത് നിന്നാ പോരെ, ചീറ്റപ്പുലി കാട്ടി മതിയെങ്കിൽ മിന്നൽ ആകാശത്ത് നിന്നാ പോരെ. അതിൽ മരിച്ച പലരുടെയും കോടികൾ ഇൻഷുറൻസ് കിട്ടേണ്ടതാ. 5 ലക്ഷം രൂപ തീർന്നു പോയി പരിപാടി. പിന്നെ ഗതാഗത മന്ത്രി നല്ല കുടുംബത്തിൽ പറഞ്ഞവനാണ്, വിവരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൽ നന്നായിട്ട് പഠിച്ചു പുള്ളി പെരുമാറും എന്നൊക്കെ എല്ലാവരും ഓർത്ത് എന്ത് ചെയ്യാൻ പറ്റും. നല്ല കറിയാണ് പുള്ളി, നല്ല കറി. വിളമ്പിയത് ഈ പഴയ ഇരിക്കുന്ന കോളാമ്പിയിലോട്ടായി പോയില്ല ഒത്തിരി. കാരണം ഇത് ചെറിയ വണ്ടിയാണ്, ഇത് ചെറിയ വണ്ടിയൊന്നും അല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു. ഇപ്പൊ KSRTCക്ക് അത് മതി, ചവിട്ടിയാലും കിട്ടുകയല്ല. വായില പല്ല് പോകുന്ന എപ്പോഴാന്ന് പറയാം. അത് കൂട്ട് വണ്ടിയും കൊണ്ട് അത് പറയുമ്പം പച്ച പെയിന്റ് അടിച്ച എക്സ്പ്രസ്, ചുവപ്പടിച്ച ഫാസ്റ്റ്, ഇനി 5-6 വര കൂടുതൽ വരച്ച സൂപ്പർ ഫാസ്റ്റ്. ഇതിനെല്ലാത്തിനും പുറമെ പച്ചയും വെള്ളയും എല്ലാം കൂടെ ഒരുമാതിരി ഒന്നും അല്ലാത്ത കൂട്ട്, കഴുതയല്ല പുലിയല്ലാത്ത കൂട്ട് ഒരു സാധനമുണ്ട്. അല്ല പിന്നെ പ്രീമിയം സൂപ്പർ ആണത്തം ഉള്ളതാണെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും നേതാവോ ഏതെങ്കിലും മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ആണത്തം ഉള്ളവരാണെങ്കിൽ ആ പൈസ അവനോടൊന്ന് മേടിക്കാവോ? ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന പണി ഞാൻ ചെയ്ത് കാണിക്കാം, പറയുന്ന പണി എന്തും. കാരണം ആ നിയമം ഇല്ല എന്നും അങ്ങനെ പിരിക്കാൻ പാടില്ലെന്നും കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ 25/4/2025 ഇറങ്ങിയ ഉത്തരവുണ്ട് ഉള്ളൂ. കാരണം കോടതി പറയുന്നതുകൊണ്ട് എനിക്ക് മതി, പതുക്കെ മതി. ജീവനോടെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി ചെയ്തിട്ടേ പോകും. ആ വണ്ടിക്ക് വാങ്ങിച്ച ലോണും ഒരുപാട് രൂപ പണിയും ഞങ്ങൾ സാറുമാർക്ക് ഒരുപാട് കിമ്പളം കിട്ടുന്നുണ്ടല്ലോ. അല്ല, പാലായിൽ ഞാൻ ഇപ്പോൾ അധികാരം പറഞ്ഞു, ഈ പറഞ്ഞ വലിയ മുഴുത്ത സാറാ. കുഴപ്പമെന്നാണെന്നറിയോ, അങ്ങനെ ടൈപ്പ് 2 അല്ലാത്ത വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാ നിയമം. രജിസ്റ്റർ ചെയ്ത് വണ്ടിക്ക് നമ്പറും തന്നതല്ലേ, RC ബുക്കും തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ ഇത് ചെയ്തത്? ക്ഷമാപണമൊന്നും എനിക്കില്ല. ഞാൻ നേരെ കോടതി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ട ഉണ്ടായിരുന്ന സ്വാതി സാറ് പറയാൻ ആകെ പുള്ളിക്ക് അറിയാവുന്ന ഒറ്റ കേസ് നൂറുള്ള ഖാൻ കേസാണ്. ആ കേസ് ഹൈക്കോടതി വന്നപ്പം പറഞ്ഞു, അത് പറഞ്ഞ ഇവർക്ക് അനുകൂലമാണല്ലോ എന്നാണ് കോടതി ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ നൂറുള്ള ഖാൻ കേസ് എന്താണ് അയാൾ അന്ന് ഈ പത്രസമ്മേളനം നടത്തിയത്? നമ്മൾ ചിന്തിക്കണം. ആടിനെ പട്ടിയാക്കിയത് അയാൾ. അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, മൂലമറ്റം തിരുവനന്തപുരം വെള്ളവണ്ടി. അയ്യോ, അത് ഭയങ്കര തമാശയായിരുന്നു. പണിതോന് എന്നെ ഉപദ്രവിച്ചോനെ തിരിച്ച് ഞാൻ ഉപദ്രവിക്കാതെ പോയിട്ടില്ല ഇന്ന് വരെ. പക്ഷെ അതിനുവേണ്ടി ഞാൻ പരമാവധി ജീവനോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാറ് വൈറലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. സാറ് വൈറലായിട്ടുണ്ട്. പാലക്കാട് തന്നെ എല്ലാവരും ഒരു പറച്ചിലായി. പാലക്കാട് ആണ് മെയിനായിട്ട് അത് പറയുന്നത്. എന്നുവെച്ചാൽ കോയമ്പത്തൂരേക്ക് ഇന്ന് കേരളത്തിൻ്റെ ഈ നാനാ ഭാഗത്തു നിന്ന് ഒരു 10-25 വണ്ടിയിലും കോയമ്പത്തൂരേക്ക് വന്നിട്ടുണ്ട്. 10-25 വണ്ടി പല ഭാഗത്തു നിന്നായിട്ട് കോയമ്പത്തൂരേക്ക് വന്നു. അപ്പൊ റോബിൻ ഗിരീഷ് അതിന്റെ ഒറ്റ പേര്, അതിന്റെ എനിക്ക് തീർച്ചയായിട്ടും അത് ഏതൊരു സാധാരണക്കാരനും ഒരു സർവീസ് തുടങ്ങണം. അവന് അല്ലലില്ലാതെ അവനൊരു സർവീസ്, ഒരു നല്ല സർവീസ് ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഉണ്ട്. വേലും വെച്ചോ ഉണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചെടുക്കും. അടി മേടിച്ച് വീട്ടിൽ പോയി ഇരിക്കാനല്ല പഠിച്ചത്, അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇനിയും അദ്ദേഹം ഗതാഗത സെക്രട്ടറി തന്നെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി ഉണ്ടെങ്കിൽ കാരണം ഇരിക്കുന്ന ഡ്രൈവറോട് വെച്ച് പിടിച്ചു. ആരോടാ വെച്ച് പിടിക്കുന്നത്? പ്രൈവറ്റ് ബസ്സുകാരുടെ ഇന്ന് അപകടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ഭാഗ്യം എന്നേ പറയുള്ളൂ. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും പറയും, KSRTC വരുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് മുന്നേ നിന്നേക്കരുത്, മാറ്റി കൊടുത്തേക്കണം. എത്തിലേലും പൊക്കോട്ടെ. ഇങ്ങനെ നറുക്കിട്ട് ആളെ കൊല്ലും. 10 പേര് കൂടിയിട്ട് അതിലൊരാളുടെ പേര് നറുക്കിട്ടെടുക്കും. അവനെ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലുന്നൊരു സ്ഥലമുണ്ട്, പാലാന്ന് പറയും. ആ പാലാക്കാരനാണ് ഞാൻ.
അടി മേടിച്ച് വീട്ടിൽ പോയി ഇരിക്കാനല്ല പഠിച്ചത്. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് എൻ്റെ പോളിസി അതാണ്. അടിച്ചാൽ തിരിച്ചടിക്കണം. കൊള്ളാലോ. അതിപ്പം അല്ലാതെ തല്ലു മേടിച്ച് പെരെ പോയി ഇരിക്കാനാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഉമ്മാര് പിടിച്ചപ്പോഴേ ഞാൻ പരിപാടി നിർത്തി പോകണ്ടേ. ശരിക്കും നിങ്ങൾ എന്തിന്റെ പുറപ്പാടാ? ആദ്യം നമ്മളിത് ഈ നിയമം അറിയിച്ചു കൊടുക്കണം. അപ്പം അന്നൊക്കെ കോയമ്പത്തൂരേക്ക് വെച്ച് തന്നെ ഇൻഡർസ്റ്റേറ്റ് ഓടി കാണിക്കണം. കാരണം വേറെ ഇവിടെങ്ങളിലൊന്നും ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റ് ഇല്ല. അപ്പോൾ ഇൻഡർസ്റ്റേറ്റ് ഓടി കാണിക്കണം എന്നുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ് അന്ന് കോയമ്പത്തൂരിൽ നിന്ന് വെച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അകത്ത് ചെറിയ ദൂരത്തിൽ ഓടി കാണിക്കണമെന്ന്. അതുകൊണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങുക. എല്ലാ നിയമവും പാലിച്ച് തന്നെയാണ് സർവീസ് പോകുന്നത്. എല്ലാ നിയമവും, ഒരു നിയമവും ഈ MVD-മാരൊക്കെ ഇപ്പൊ പൊതുവേ ഒരു കരക്കമ്പി ഉണ്ട് MVD സാറുമാർക്കകത്ത്. ഞാനിങ്ങനെ ഒരു റൂമർ കേട്ടതാണ്. റോബിനായിരുന്നു ശരി എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് അന്നും നമ്മുടെ വണ്ടി പിടിക്കുമ്പോഴും നല്ല ഉദ്യോഗസ്ഥര് പലരും അന്ന് പിടിക്കാൻ വന്നവരിൽ പലരും ഉണ്ട്. അക്ഷരജ്ഞാനം ഉള്ളവര്. അവര് അന്നും പറയുമായിരുന്നു ഇത് നിയമം ഉള്ളതാ, പക്ഷെ ഞങ്ങൾക്ക് മാർഗമില്ല, മോളിൽ നിന്നുള്ള ഉത്തരവാ. ഈ മോളിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ ആരെയാണ് ഉന്നതനെ? അന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും വിരുദ്ധമായ 2 തസ്തികകളാണ്. ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും. അല്ല, എന്താ ട്രാൻസ്പോർട്ട് KSRTCയുടെ MDയും ഗതാഗത സെക്രട്ടറിയും എന്തെങ്കിലും 2 വിരുദ്ധ ഡിപ്പാർട്ട്മെന്റാണ്. അത് 2 കൂടെ ഒരാളാണ് കൈകാര്യം ചെയ്തത്. അതിൻ്റെ തിക്ത അനുഭവമാണ് കേരളം മുഴുവൻ അനുഭവിച്ചത്. അയാളുടെ മണ്ടൻ സിദ്ധാന്തം ഇവിടെ കേരളത്തിൻ്റെ പൊതുജനങ്ങൾ സഹിക്കുന്നു. അയാളുടെ മണ്ടൻ സിദ്ധാന്തം കൊണ്ടാണ് ഇന്നും പടുതായ തൂങ്ങിയത് തുരുമ്പ് പിടിച്ച വണ്ടികൾ ഇന്ന് റോഡിൽ ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 കൊല്ലത്തേക്ക് എക്സ്പ്രസ് 2 കൊല്ലത്തേക്ക് എക്സ്പ്രസ് ഓടാനാണ് പെർമിറ്റ് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ 12 കൊല്ലത്തേക്ക് ഓടാൻ ഇയാൾ ഉണ്ടാക്കിയത്. അയാളെ ഉണ്ടാക്കി വെച്ചതാ. 12. ദൈവം സത്യമായിട്ട് പറയുക, ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പം ഇന്ന് അയാൾ സർവീസിൽ അവസാന ദിവസമാണ്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന അയാൾ റിട്ടയർമെന്റ്. ഈ ഇദ്ദേഹം റിട്ടയർമെന്റ് ആകുന്നതിന്റെ എന്തെങ്കിലും ഒരു പുള്ളിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറയാനൊക്കെ തന്നല്ലോ. അല്ല, അദ്ദേഹത്തോട് പറയാനുള്ളൂ ചെയ്ത ഉപകാരങ്ങൾക്ക്. എന്നെ ഈ നിലയിൽ വളർത്തിയെടുത്തതിന് അദ്ദേഹത്തോട് 100% ഞാൻ നന്ദി പറയുക. കാരണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇനിയും അദ്ദേഹം ഗതാഗത സെക്രട്ടറി തന്നെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി ഉണ്ടെങ്കിൽ കാരണം ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹത്തെ ഒരു 6 മാസം കൂടെ അവിടെ ഇരുത്തിയാൽ KSRTCക്ക് ഒരു വണ്ടി പോലും ഇവിടെ റോഡിൽ കാണുകയില്ല. കാരണം ഇയാൾ സ്പെയർ പാർട്സ് മേടിക്കില്ല. പിന്നെ ഈ ഉള്ളത് ഇട്ട് വലിച്ചു നീട്ടി പണിത് ഇട്ട് ഓടിക്കുക. ഇത് വല്ലതും ചവിട്ടിയാൽ നിൽക്കുമോ? ഇത് വല്ലതും പാവങ്ങൾ ഡ്രൈവർമാരുടെ പേരിലേക്ക് കേസെടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. വണ്ടി പണിയാതെ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു ബസ് ഇറങ്ങി ഓടിയിട്ട് 12 കൊല്ലം. ഒരു ദിവസം ഇവരുടെ വണ്ടികളൊക്കെ ഓർത്തോണം, ഒരു ദിവസം മിനിമം 450, 500, 600 കിലോമീറ്ററാണ് ഒരു വണ്ടി ഓടുന്നത്. 600 ഗുണം 12 വർഷമാണ്. ഒന്ന് കൂട്ടി നോക്കി. ആ 600 ഗുണം 365, 365 ഗുണം 12. ഇത്രയും തുക, ഇത്രയും കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗൺ പോലും പൊട്ടുകയില്ല. കാരണം അത്രയും നല്ല വണ്ടികളാണല്ലോ. പക്ഷെ ഇത് തേയ്മാനം വരും, അത് ചിന്തിക്കുന്നില്ല. ആ തേയ്മാനം വന്നിട്ട് ആ വണ്ടികൾ പണിയാതെ വീണ്ടും വലിച്ചു നീട്ടി പണ്ട് കാലത്ത് പഴയ കാരണന്മാരൊക്കെ വണ്ടി ഓടിക്കുമ്പം ഈ പറഞ്ഞ പോലെ വലിച്ചു നീട്ടി പണിതു പോയത്. അങ്ങനെ പണിയുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു. അപ്പം എൻ്റെ കുഴപ്പം, ഈ വണ്ടിക്ക് കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. ഇരിക്കുന്ന ഡ്രൈവറോട് വെച്ച് പിടിച്ചു. ആരോടാ വെച്ച് പിടിക്കുന്നത്? പ്രൈവറ്റ് ബസ്സുകാരുടെ. ഇന്ന് ഒരു പ്രൈവറ്റ് ബസ്സും 10 കൊല്ലം കഴിഞ്ഞ പ്രൈവറ്റ് ബസ് ഇല്ലെന്ന് തന്നെ പറയാം. വളരെ തുച്ഛമായ വണ്ടികളേ ഉള്ളൂ. ആ 10 കൊല്ലമായ പോലും ഇല്ലാത്ത ഈ പുത്തൻ പ്രൈവറ്റ് ബസ്സിനോടാണ് ഇവർ പിടിക്കേണ്ടതെന്ന് തോന്നണം. എന്നിട്ടും ഇത്രയും അപകടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ഭാഗ്യം എന്നേ പറയുള്ളൂ. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറയും, KSRTC വരുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് മുന്നേ നിന്നേക്കരുത്, മാറ്റി കൊടുത്തേക്കണം. ഏതിലേലും പൊക്കോട്ടെ. നമ്മളായിട്ട് അതിന് അത്ര വിശ്വാസമാണല്ലേ? അത്ര വിശ്വാസം. എന്ത് ചെയ്യാൻ? അല്ല, ഇതൊക്കെ പറഞ്ഞാലും ഏതോ ഒരു ഇടയ്ക്ക് പറയുന്ന പോലെ കേട്ടല്ലോ, എത്രയോ സർവീസുകൾ ലേലം ചെയ്യാൻ പോകുന്നു. അത് നമ്മുടെ ബിജു പ്രഭാകറിന്റെ കാലത്ത് 26 സർവീസ് ലേലം ചെയ്യാൻ പോയി. ലേലം നടത്തി. ലേല നടപടി നടത്തിയിട്ട് ആ ടെൻഡർ പൊട്ടിക്കാൻ അങ്ങാർക്ക് പറ്റിയില്ല.
എന്താ അങ്ങാര് നല്ല കളിക്കാരനായിരുന്നു. അങ്ങാരുടെ പ്രതീക്ഷ ഇരുന്നത് ഇപ്പം വന്ന ഗതാഗത മന്ത്രി അന്ന് MLA മാത്രമേ ഉള്ളൂ. അന്നത്തെ ഗതാഗത മന്ത്രിയെ മാറ്റാതെ പിടിച്ചിരുത്തിയാൽ ഇങ്ങാരുടെ കാര്യങ്ങളെല്ലാം ചിലവാക്കാം. ആന്റണി രാജു ബേസിക്കലി ആ മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ. പിന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞ കോൺഗ്രസ്സുകാരൻ്റെ മകനല്ലേ, അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇറങ്ങിയത് കൊണ്ടാവട്ടെ ഇത് പറഞ്ഞില്ല, നമുക്ക് പേടിയാ, നമുക്ക് ഇവരെയൊക്കെ പേടിയാ, നമുക്ക് നമ്മൾ പാവങ്ങളല്ലേ, നമ്മൾ എന്നാ ചെയ്യാം. തന്നെ ഒരു സാറ് പറഞ്ഞത് വല്ല കൊട്ടേഷൻ ഒരു റിട്ടയർ ആയ ഒരു MD RTO പറയാണ്, റിട്ടയർ ആവുക ഇന്നെങ്ങാണ്ട് ഇന്നലെ എങ്ങാണ്ട് സെൻസ് ഓഫ് സെൻഡ് ഓഫാ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ വല്ല കൊട്ടേഷൻ വല്ലതും കൊടുക്കുമോ എന്നുള്ള രീതിയിലൊരു ഫുൾ സ്റ്റോപ്പ്. ഉറപ്പാ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അത് പറയാനുണ്ടായ കാരണം അങ്ങനെ പൈസ മേടിക്കുന്ന വഴികൾ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ പൈസ മേടിക്കുകയും ചെയ്യും. പക്ഷേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാർമാർ ആരും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, പക്ഷേ എല്ലാ മാസവും പടി വാങ്ങിക്കുക. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന റോബിൻ ബസ്സിന് ഉടമയായ ഗിരീഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അല്ലേ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് കണ്ടുപിട്ടി. കാരണം ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാരിക്കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ഗതാഗതത്തിൽ ഇരുന്ന ഒരു സാറ്. അതെ, സാറിനെ ഞങ്ങൾ പറയുന്നുള്ളൂ. ആ സാർ ഇന്ന് റിട്ടയർ ആകുകയാണ്. ആ റിട്ടയർ ആകുന്നതിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഒന്ന് വിളിച്ചു, നമുക്കൊരു വീഡിയോ ഒന്ന് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ പുതിയ 2-3 സർവീസിനെ പറ്റിയും കുറച്ച് കാര്യങ്ങളും നമ്മുടെ എൻ്റർ റോബിൻ ടീമിനെ പറ്റി ഒരു അവലോകനം നടത്തണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ഗിരീഷേട്ടനെ കാണാൻ വേണ്ടി വന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം. വീണ്ടും അല്ലേ, നമുക്ക് നമ്മളുണ്ടെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ഡയലോഗ് പറയാം, നമ്മുടെ നഖവേലും മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചെടുക്കും. അതായത് എന്തായാലും ഞാൻ അഭിചാര്യമായിട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കാരണം ഞാൻ വേറൊരു വിഷയം റിലേറ്റ് ചെയ്തിട്ട് ഫോറസ്റ്റുകാരുമായിട്ട് ഒരു വിഷയം റിലേറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ വിളിച്ചത് മൊത്തം ഫോറസ്റ്റുകാരെയാണ് തെറി വിളിച്ചത്, പക്ഷേ കൊണ്ടത് മൊത്തം ഇമ്മീഡിക്കും. ഏതെ, അത് ഗിരീഷേട്ടൻ പറയത്തില്ല. ഗിരീഷേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, നീ എന്തിനാണ് തെറി വിളിക്കുന്നത്, നീ എന്തിനാണ് തെറി അല്ലേ. അതോ അപ്പം അങ്ങനെ ഞാൻ അപ്പം നമ്മുടെ വിഷയങ്ങൾ അന്നേരമാണ് പബ്ലിക്കിൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് റോബിൻ മുഖേന എനിക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ടീം റോബിൻ, അതാണ് നമ്മളിവിടുത്തെ ഹൈലൈറ്റ്. എങ്ങനെയുണ്ട് ടീം റോബിൻ? ആ സംഭവം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ടീം അതായത് എല്ലാം ആ പഴയ ടീമുകളെല്ലാം ഉണ്ട്. എന്നാൽ ഏതാനും ചിലരൊക്കെ ഒഴിവായിപ്പോയി. ചില നല്ല സ്വഭാവക്കാർ. കാരണം എൻ്റെ കൂടെ അങ്ങനെയുള്ളവരെ നിൽക്കുള്ളൂ. അത് തന്നെ. ഞാൻ നമ്മൾ വഴക്കുണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എല്ലാം ആകരുത്, അത് ഒരിക്കലും കൊള്ളില്ല. പിന്നെ എനിക്കുണ്ടായ കാരണം എല്ലാവർക്കും ഒരു സംശയമാണ്, ഇപ്പം കോയമ്പത്തൂർക്ക് സർവീസ് നടത്തി. അത് ഞാൻ ചോദിക്കാം, അതിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ചുമന്ന വണ്ടിയിലാണല്ലോ തുടങ്ങിയത്. അതെ, ചുമന്ന വണ്ടിയിലാണല്ലോ നമ്മളും കണ്ടത്. ആ വണ്ടി കൊണ്ട് എന്ത് നേടി? ആ വണ്ടി കൊണ്ടൊരു 10-24 ലക്ഷം രൂപ എൻ്റെ പിള്ളേർ കഴിക്കേണ്ട പൈസ കടം വന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. ഒരു സർവീസ് കൊണ്ട് 24 ലക്ഷം രൂപ കടം വന്നു. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയോ? അതുകൊണ്ട് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിന്ന് നമ്മൾ വലിയ യാത്രകൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വലിയ യാത്രകൾ ചെയ്യുന്ന ആളല്ല. എങ്കിലും നമ്മൾ എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് മുക്കിൽ ചെന്നാലും നമ്മളെ അറിയുന്ന ഒരു 10 പേരിലും ഓടിക്കൂടാതിരിക്കില്ല. നമ്മൾ എന്തോ ധൈര്യശാലിയാണെന്നാണ് അവർ പറയുന്നത്, പക്ഷെ ഞാൻ ധൈര്യശാലി ഒന്നും അല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഏതൊരു സാധാരണക്കാരനും ഒരു സർവീസ് തുടങ്ങണം. അവന് അല്ലലില്ലാതെ അവനൊരു സർവീസ്, ഒരു നല്ല സർവീസ് ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഉണ്ട്. എന്തിനീ ലോകത്ത് വേറെ മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പോയി പണിയെടുക്കാൻ പോകുന്നത്, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അവസരം. ഇതാണ് ഞാൻ അന്നും ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ കേരളത്തിൽ വ്യവസായ സൗഹൃദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കൊടികളും പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഈ ഇതുമെല്ലാം കൂടെ കൂട്ടിക്കഴിക്കുമ്പോൾ എന്താണ് അതിനെപ്പറ്റി? തീർച്ചയായിട്ടും അത് പറയുന്നത് വ്യവസായ സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ, വ്യവസായം ഇപ്പം ഞാൻ ചെയ്ത പോലെ തൻ്റെ ഇടത്തോടെ ഇറങ്ങി നേരിട്ട് നമ്മളത് നേടിയെടുത്താൽ വ്യവസായ സൗഹൃദം തന്നെയാണ്. കാരണം അത് നന്നായി പോവും, അത് നേരാവണ്ണം പോവും. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്നാ അറിയോ? ഇപ്പം ബസ് സർവീസിനെ എടുക്കുക. ഈ ബസ് സർവീസ് പോയിട്ട് ആ ബസ് സർവീസിന് മനുഷ്യൻ യാത്ര ചെയ്യല്ലേ ചെയ്യുന്നത്, അല്ലാതെ ബസ് കണ്ടിട്ട് അതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യല്ല, അവർ യാത്ര ചെയ്യുക.
അവന് യാത്ര ചെയ്താൽ മതി. അത് ഒരുത്തൻ ഒരു സർവീസ് തുടങ്ങി ഒരു ഭാഗത്തേക്ക് ഒരു സർവീസ്, ഇപ്പോൾ ഉദാഹരണം ഞാൻ കോയമ്പത്തൂരേക്ക് ഒരു സർവീസ് തുടങ്ങി. നമ്മൾ ആദ്യം തന്നെ കണ്ടല്ലോ, ഒന്ന് ഓടി അങ്ങ് പിടിച്ചു നിൽക്കുമെന്ന് കണ്ടപ്പം നമ്മുടെ ഒരു അരമണിക്കൂർ മുന്നേ കൊണ്ടുപോയി ഒരു KSRTC എന്ന് പറഞ്ഞാൽ KSRTCക്ക് നഷ്ടമാണെങ്കിലും ഞാൻ കൂടാം. അത് അവർ പറയുന്ന ഒരു നിയമമാണ്. പക്ഷെ അങ്ങനെയൊന്നും നിയമമുള്ളതൊന്നുമല്ല. പിന്നെ ഓടിക്കോട്ടെ, ഞാൻ ചെയ്തു, എനിക്ക് അടുത്ത അവസരം വന്നപ്പോൾ ഞാൻ അവൻ്റെ അരമണിക്കൂർ മുന്നോട്ട് ഞാൻ എടുത്തങ്ങ് വെച്ചു. അത്രേ ഉള്ളൂ. അതിന് KSRTCക്ക് ലാഭമോ നഷ്ടമൊന്നുമല്ല. ആ റൂട്ടിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ അത് പാലക്കാട് തന്നെ എല്ലാവരും ഒരു പറച്ചിലായി. പാലക്കാട് ആണ് മെയിനായിട്ട് അത് പറയുന്നത്. എന്നുവെച്ചാൽ കോയമ്പത്തൂരേക്ക് ഇന്ന് കേരളത്തിൻ്റെ ഈ നാനാ ഭാഗത്തു നിന്ന് ഒരു 10-25 വണ്ടിയിലും കോയമ്പത്തൂരേക്ക് വന്നിട്ടുണ്ട്. 10-25 വണ്ടി പല ഭാഗത്തു നിന്നായിട്ട് കോയമ്പത്തൂരേക്ക് വന്നു. അപ്പൊ റോബിൻ ഗിരീഷ് അതിന്റെ ഒറ്റ പേര്, അതിന്റെ എനിക്ക് തീർച്ചയായിട്ടും അത് മാത്രം. കാരണം ഇവർ ഇന്ന് വരെ ഞാനത് തുടങ്ങുന്നിടം വരെ ഇവരെന്നെ കോയമ്പത്തൂർ അറിയലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനം, ഇതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്. ചില എന്നാ പറയുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നും ചില മനുഷ്യരുണ്ട്, അവർക്ക് ഒന്നും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുകയില്ല, അവരെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. പിന്നെ അവർ ചെയ്യുന്നതെന്നാ, മാറിയിരുന്ന് കുറ്റം പറയും. കുറ്റം കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ മലയാളിയുടെ അത്രയും വേറെ സത്യം ഒരു മനുഷ്യനും കാണുക. അവൻ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട്, എന്നാൽ സ്വന്തമായിട്ട് ഈ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർവീസും നടത്തട്ടെ, അത് ചെയ്യില്ല. അപ്പോൾ എന്നാ, അവനെപ്പോലെയുള്ള അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അവരുടെ ആവശ്യം എന്നാ, അവർക്കൊരു ബസ് ഓടി അതിന് കളക്ഷൻ കിട്ടി. ആ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിന്തയിരിക്കുന്നത് ഇത്തേ വരുന്ന കളക്ഷൻ പൈസ മുഴുവൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ആ ബസ് നടത്തുന്ന ആൾ വീട്ടിൽ കൊണ്ട്, അവൻ്റെ ചിലവുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ബസ് നിലനിർത്തി പോണേൽ, മെയിൻറ്റെയിൻ ചെയ്ത് പോണേൽ ഉണ്ടാകുന്ന ചിലവുകൾ അവൻ അറിയുന്നില്ല. ആ ഓരോ ചിലവിനും GST ഉൾപ്പെടെ സർക്കാരിലേക്ക് പൈസ കിട്ടുന്നുണ്ട്. അതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഇവൻ നശിച്ചു കാണണം, അതാണ് അവൻ്റെ തോന്നൽ. ആ തോന്നൽ വെച്ചുകൊണ്ട് പിന്നെ ആരെയും സ്വാധീനിച്ച് എവിടെയെങ്കിലും പത്തെടുത്ത് അതിൻ്റെ മുന്നിൽ വണ്ടി ഇട്ടാൽ ഭയങ്കര ആൾ കിട്ടും എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നട്ട് ഏതൊരു കവിത ഉണ്ടായിരുന്നല്ലോ, വേലപ്പുലയൻ വാഴ നട്ടിട്ട് കൊല വെട്ടാൻ മുതലാളി ചെന്ന് കൊല വെട്ടിക്കൊണ്ട് പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സർക്കാർ സമ്പ്രദായം, സർക്കാർ സംവിധാനം ചെയ്യുന്നത്. ഒരു സ്വകാര്യ സംരംഭം ഒരുത്തം ചെയ്തു, അതവൻ വിജയിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ അടുത്ത വെട്ടിക്കളയുക, അത് വെട്ടിയെടുത്തോണ്ട് പോകും. അവൻ്റെ ഒരു വാഴ നട്ട് കൊലച്ച് അത് കൊല വെട്ടാറാകണമെങ്കിൽ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അവൻ്റെ എത്ര നാളത്തെ പ്രയത്നമാണെന്ന് ചിന്തിക്കണം. ആ പ്രയത്നം ഒരു ദിവസം കൊണ്ടല്ല, ഒരു മിനിറ്റ് കൊണ്ട് വന്ന് കൊല വെട്ടിയിട്ട് പോവുക. എങ്ങനെ സഹിക്കാൻ പറ്റും? ചുരുക്കം പറഞ്ഞാൽ KSRTC എന്ന് പറയുന്ന സംവിധാനമൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. ഇനി ഉള്ള കാലം മനുഷ്യന് നല്ല രീതിയിൽ യാത്ര ചെയ്യാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ അനാവശ്യമായ നാഷണലൈസേഷനും അങ്ങനത്തെ നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ സമയത്ത് വണ്ടിയില്ല, കയറി കെട്ടി തൂങ്ങി നിന്ന് സഹിക്കാൻ മേലാതെ ആൾക്കാർ യാത്ര ചെയ്യും. അത് പറ്റാതെ വരുന്നതുകൊണ്ട് അവൻ സ്വന്തം വണ്ടി കൊണ്ട് പോകേണ്ടി വരും. കാശുള്ളവൻ ഇച്ചോടെ കൂടിയ വണ്ടി എടുക്കും, കാശ് കുറഞ്ഞവൻ ചെറിയ വണ്ടികൾ എടുക്കും. എങ്ങനെയാലും അവനൊരു 4 വീലറുമായിട്ട് ഇറങ്ങി റോഡിൽ വരും, ഇല്ല 2 വീലറുമായിട്ടാലും വരും. കാരണം എന്തുകൊണ്ടാണ്? പബ്ലിക് സംവിധാനം ഇല്ല, പൊതുഗതാഗത സംവിധാനം തകർന്നു. എന്താണ് അതിന് കാരണം? എന്നാ, ഈ യൂണിയൻ പ്രസ്ഥാനവും ഈ ശുഷ്കിച്ച ചിന്താഗതി. ഞാൻ ചോദിക്കട്ടെ, പിള്ളേരുടെ STക്ക് വേണ്ടിയിട്ട് ST ഇപ്പോഴും 50 പൈസയാണ് മിനിമം. ഒരു മൂത്രപ്പുര കയറി മൂത്രം ഒഴിക്കാൻ പോയാൽ 2 രൂപയാണ്. 2 2 5 അങ്ങനെ എന്തോ, നമ്മൾ സ്റ്റാൻഡിൽ കൂടെ പോയിട്ടില്ല. 5 രൂപ. ആ 5 രൂപ ഉള്ളിടത്ത് 50 പൈസയാണ് ഒരു ബസ്സുകാരന് കിട്ടുന്നത്. എന്നിട്ട് അത് കൂട്ടി കൊടുക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ ജനം ഒന്ന് ചിന്തിക്കണം. ഇന്ന് ആ ചാർജ് കൂട്ടി തരാൻ വേണ്ടി സർക്കാരിനോട് ചോദിക്കുമ്പം സർക്കാർ ആരോട് ചർച്ച ചെയ്തിട്ടെന്നാണ് പറയുന്നത്? വിദ്യാർത്ഥികളോട് ചോദിക്കും. വിദ്യാർത്ഥികളാണല്ലോ അതിൻ്റെ ഇരകൾ, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളാണല്ലോ അതിൻ്റെ പൈസ കൂടും. ഇരയോട് ചോദിച്ചിട്ട് കശാപ്പ് നടത്തുന്ന ഏത് പ്രസ്ഥാനമുള്ളത്? ഇവിടെ ഏതെങ്കിലും കശാപ്പ് കടയിൽ ചെന്നിട്ട്
കൊല്ലാൻ നിർത്തിയിരിക്കുന്ന ഒത്തിനോടോ വല്ലതും ചെവി ചെന്നിട്ട് നിന്നെ ഞാൻ തട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ചോദിച്ചിട്ടാണ് ഇവിടെ നിയമം നടപ്പിലാക്കുന്നത്. എന്ത് KSRTC കിട്ടുന്ന ഗുണം കിട്ടുന്ന ഫാസ്റ്റ് പോലത്തെ മറ്റ് റൂട്ടുകളിലുള്ള ബസ്സുകളുടെ ചാർജ് കൂട്ടാൻ നേരത്ത് സാധാരണക്കാരനോട് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വിദ്യാർത്ഥികളോട് മാത്രമല്ല ചോദിക്കുന്നത്. അതിൻ്റെ അകത്താണ് അവരുടെ സോഷ്യലിസം. അത് നശിച്ച, ഞാൻ പറഞ്ഞല്ലോ, ഈ കെട്ട രാഷ്ട്രീയക്കാർ. കെട്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? കുടുംബത്തിൽ വരുന്നവനോ വിവരമുള്ളവനോ അല്ല ഇരിക്കുന്നത്. ഈ പണ്ടാണ്ട് അതുപോലെ കാളും കഞ്ചാവും കയറ്റിയിട്ട് ആരുടെയും തലയും തല്ലി പൊട്ടിച്ച് 4 ബസ് എറിഞ്ഞ് നടത്തിട്ട് നടക്കുന്നവനൊക്കെ നേതാവായിട്ട് കയറി വരും. അവൻ നേതാവാ. പഠിച്ചവനും വിവരമുള്ളവനും. നിസ്സാരം പറയാമല്ലോ, പാലിയേക്കര ടോൾ പ്ലാസ. അതായത് പഠിച്ച് നല്ല റാങ്ക് ലിസ്റ്റ് വാങ്ങിച്ചവൻ കളക്ടറായിട്ട് വന്ന് ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഓർഡറിന് പുല്ലുവില. അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് പോയി. 2 തവണ കളക്ടർ ഓർഡർ ഇട്ടു. മണിക്കൂറുകൾ കൊണ്ട് അവനെ പിൻവലിപ്പിച്ചു. ആരാ മിടുക്കൻ? കളക്ടറാണോ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരാണോ? ഈ രാഷ്ട്രീയക്കാർ എന്നാ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 32 പല്ലും ഇളിച്ച് കാണിച്ചിട്ട് വീട്ടിൽ വരുന്നവന് അവൻ നാണോ ഉളുപ്പും വേണം. ഈ ഉളുപ്പില്ലായ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരൻ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമായിട്ട് കൂടാതെ, കാരണം എക്ക കള്ളന്മാരാണ്. കാരണം ഈ രാഷ്ട്രീയമൊന്നും ഇങ്ങനെയൊന്നും അല്ല പോകണ്ടേ. ഇതൊക്കെ നല്ല വിവരം. ഒറ്റ കാര്യം ഞാൻ പറയും, ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ശശി തരൂരാണ്. അയാൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ പഹൽഗാം അതിന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്നാ നമ്മളിപ്പം ബീച്ചെക്കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന് പറ്റിയ ഈ പറ്റിനെ എങ്ങനെ മറികടക്കാമെന്നാണ് ചിന്തിക്കുന്നത്. എന്നാ ബാക്കിയുള്ളവരെന്നാ പറഞ്ഞേ? ബാക്കിയുള്ളൊരു ഡയലോഗ് പറഞ്ഞു കുറേ. എന്നാൽ വേറെ ഉണ്ട്. ഈ ചുമ്മാതെ ഇരിക്കുന്ന നമ്മളെപ്പോലും ഉള്ളതെന്ന് തന്നെ പറയും. നമ്മൾ ഉൾപ്പെടെ ഉള്ളവരത് കുടിക്കും. നമ്മളിങ്ങനെ നഖം ഉരച്ചോണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് അടിക്കുന്നത്? നമുക്ക് കാരണം ഒരു യുദ്ധം കാണുക എന്നുള്ളതാണ്. ഇത് യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചിന്തിക്കാത്തവനാണ് യുദ്ധം കാണാൻ നിൽക്കുന്നത്. ഇപ്പം യുദ്ധം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ രാജ്യമേ പുറകോട്ട് പോകും. ശശി തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ ഇതിന് തീരുമാനം പെട്ടെന്നുണ്ടാകണം. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മുടെ രാജ്യം എന്ന് ചിന്തിക്കാൻ. അപ്പോൾ അത്രയും പറയണമെങ്കിൽ ശശി തരൂർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എന്തെങ്കിലും കാലിബറായിട്ടുണ്ട്. പക്ഷെ അയാളെ ഗതിയുണ്ടോ? എങ്ങനെ വാരി നിലത്തടിക്കാമെന്നല്ലേ കൂടെ നിൽക്കുന്നത് ചിന്തിക്കുന്നത്. അയാൾ ചോദിച്ച വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യം ഇത്രയും വാസ്റ്റ് ഏരിയ ഉള്ള രാജ്യമാണ്, ഇത്രയും വലിയ രാജ്യമാണ്. അതിരുകൾക്കൊക്കെ ഒത്തിരി പിഴവുകളൊക്കെ ഉണ്ടാകാം. കാരണം നമ്മൾ എന്നാ കയറി വന്നേ? ഇപ്പോഴല്ലേ കയറി വന്നുള്ളൂ. വലിയ നീറ് പോലെ നിൽക്കുന്ന ഇസ്രായേൽ, നീറ് പോലെ നിൽക്കുന്നു, മിറുമിറുന്ന് നിൽക്കുന്നവനെ മോളിക്കൂടെ പറന്നിറങ്ങി 10,000 പേരെ തൂക്കി എടുത്തോണ്ട് പോയി അന്ന്. എന്നിട്ട് അവർക്ക് മുഴുവൻ പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഇസ്രായേൽക്കാരന് പറ്റാത്തത് പിന്നെ നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമില്ല. അവർക്കുള്ള പോലെ ഒരു റോക്കറ്റിങ് വന്നാൽ ആ സാധനത്തിനെ അവിടുന്ന് പൊങ്ങുമ്പോഴേ അടിച്ചു കളയാൻ പവറുള്ളവനെ അവനെ കൊണ്ട് ഇത് തടയാൻ പറ്റിയില്ല. അത് നമുക്ക് പറ്റാത്തത് ഭരിക്കുന്നവരുടെ കുഴപ്പമാണ്, പട്ടാളക്കാരുടെ കുഴപ്പമാണ്. ഇതൊന്നുമല്ല. പിഴവുകൾ എല്ലായിടത്തും വരും. മനുഷ്യരാണ്. അത് ചിന്തിക്കാനാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. താൻ പിടിക്കുന്നവർ കൊമ്പ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയാം, പിണറായി വിജയൻ്റെ ഭരണം മോശം ഭരണമൊന്നുമല്ല. മോശമാക്കുന്ന ആരാ? അവരുടെ തന്നെ കൂടെ നിൽക്കുന്ന വിവരമില്ലാത്ത ആൾക്കാർ പറയേണ്ട കാര്യങ്ങളല്ല പറയേണ്ട കാര്യങ്ങൾ ഇവരാരും പറയാറില്ല. പറയേണ്ട കാര്യങ്ങൾ പലതും പറയില്ല. അവർ പറയാതെ ഈ പെട്ടെന്ന് കൈയടി കിട്ടുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അലക്കും. അത് മനുഷ്യനെ ആർക്ക് കണ്ടാലും അറിയാം. ഊളയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അല്ലേ. അപ്പോൾ അത് അടുത്തൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കോയമ്പത്തൂർ സർവീസ് ചോദിച്ചാൽ തോന്നുന്നു, എന്നാലും ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങി,
ലാഭമോ നഷ്ടമോ? ഇപ്പം കുഴപ്പമില്ല, പിടിച്ചു നിന്ന് പോവാം. പിന്നെ അനാവശ്യമായ ചെക്കിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടിയും കഴിഞ്ഞ ഡിസംബർ 26-ന് ശേഷം, ഈ 2023 ഡിസംബർ 26-ന് ശേഷം ശല്യം ഉണ്ടായില്ല. നമ്മുടെ ഒരു സാറ് വന്ന് സാറിന് അതിൻ്റെ ഒരു സാറ് വൈറലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. സാറ് വൈറലായിട്ടുണ്ട്. സാറിന് ഹയർ അതോറിറ്റിപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എടാ ആ മനുഷ്യനും മക്കളും ഒക്കെ ഉള്ളതാണ്, അവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിനൊക്കെ പുറത്ത് ഇതുപോലെ നാറ്റിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാനല്ല, ഇത് പുള്ളി കയറുമ്പോൾ ഓർത്തില്ല, പുള്ളി ഉപദ്രവിക്കാൻ കയറുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അത് നമ്മുടെ കുറ്റമല്ല. ഞാനായിട്ടൊരു ഉപദ്രവം ചെയ്തില്ല. വീഡിയോ കിട്ടി, അത് പുറത്തു പോയി ഉണ്ടായ അനുഭവമാണ്. അല്ല, ഏതൊരു റിയാക്ഷനും ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ, അത്രേ ഉള്ളൂ. എൻ്റെ അവസ്ഥയിൽ തന്നെ എനിക്കൊരു കാര്യത്തിൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗിരീഷ് ചേട്ടനും അതുപോലെ തന്നെ ദർ ഈസ് എ റിയാക്ഷൻ ബിലോങ്സ് ടു നമുക്ക് വയ്യല്ലോ എന്നോർത്ത് നമ്മൾ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല. ഉള്ളത് കൊണ്ട് അതാ ഞാൻ പറഞ്ഞ്, നഖവേലും മിച്ചം ഉണ്ടെങ്കിൽ വന്നാൽ നമ്മൾ തിരിച്ചു അത് ഉറപ്പാണ്. എണ്ണി വെച്ചു. കാരണം പണിതോന് എന്നെ ഉപദ്രവിച്ചോനെ തിരിച്ച് ഞാൻ ഉപദ്രവിക്കാതെ പോയിട്ടില്ല ഇന്ന് വരെ. പക്ഷെ അതിനുവേണ്ടി ഞാൻ പരമാവധി ജീവനോടെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്ഷൻ ഞാൻ കടമെടുക്കുക കേട്ടോ എൻ്റെ ലൈഫിലും. കാരണം ഇദ്ദേഹത്തെ മുട്ടുന്നതിന് മുന്നേ കുറച്ച് നാൾ വരെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈ നമ്മുടെ കൂടിയിരിക്കുന്ന ക്യാമറമാൻ വരെ സാക്ഷി. അപ്പോൾ കാര്യം പുള്ളിയുടെ കൂടെ കൂടിയതിന് ശേഷം ഇച്ചിരൂടെ പവറായി, എനിക്ക് ഇച്ചിരൂടെ ബലമായി. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു സ്വാധീനക്കുറവുണ്ട്, കൈ കണ്ടാൽ അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്, കൈക്കും കാലിലും അദ്ദേഹത്തിന് സ്വാധീനക്കുറവുണ്ട്. എനിക്ക് കൈക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരു ബലം പോലെ എനിക്കും അന്നും ഇന്നും നമ്മൾ കൂടെ ഉണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ടീം റോബിൻ അപ്പോൾ അങ്ങനെയാണ്. ഇതായത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പം ഞാൻ നോക്കുന്നത് ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, മൂലമറ്റം തിരുവനന്തപുരം ഒരു വെള്ളവണ്ടി. അയ്യോ, അത് ഭയങ്കര തമാശയായിരുന്നു. നമ്മുടെ ഇതിൻ്റെ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നമുക്ക് അനുവദിച്ചു തരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്, STI നിന്നാണ്. STIയിലെ ഒരു സാറ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സാറിന് ഈ മുൻ സെക്രട്ടറി ഉണ്ടല്ലോ, ഇന്ന് റിട്ടയർ ആയ, അയാൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളിൽ ഇയാൾ ആകർഷണനായി അങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറയാം, ഒരു വിവരദോഷിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണാനന്തര ഇതായിട്ട് കിട്ടിയ ഒരു ജോലിയാണ്. അദ്ദേഹം ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ബസ്സിന് ഇന്ന കാര്യങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ ഇട്ടു. അത് പാലാ ജോയിൻ്റ് RTOയുടെ മുൻപാകെ വന്നു. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ അതിൻ്റെ 7 ദിവസം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഡീംഡ് പെർമിറ്റ് ആയതാണ്. അപ്പോൾ പെർമിറ്റായി വന്നു കഴിഞ്ഞപ്പം പെർമിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല പോരാ, വണ്ടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, ഇവർ പറഞ്ഞു വണ്ടിക്ക് പുത്തൻ വണ്ടി എല്ലാം ഒരേ കോയമ്പത്തൂർ ഓടുന്ന അതേ വണ്ടിയുടെ സെയിം ഒരു നട്ട് തൃശ്ശൂർ അത് തന്നെ എല്ലാ വണ്ടി ഒരേ സ്കെച്ചേ വരുന്നതാണ്. അപ്പോൾ ആ വണ്ടിയുടെ റൂൾ 128 ഇതിൻ്റെ കുറച്ച് നോംസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് അങ്ങനെ ആയിരിക്കണം, കൈപിടി വേണം, കാലിന് ഇത് വേണം, എല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. റൂൾ 128. ഈ റൂൾ 128 എൻ്റെ ബസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? നമ്മുടെ തിരുവനന്തപുരത്തെ എളിയ സാറ്, കഴിവുള്ള ബുദ്ധിമാനായ താടിക്കാരൻ, അങ്ങനെ പറയാം. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൽ താടി വെച്ച് സർവീസിലിരിക്കുന്ന അയാൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അയാൾ അങ്ങനെ ഒരു ഓർഡർ കൊടുത്തു. ഇവിടെ വന്ന് അതിൽ അപ്പം ഇവിടെ എല്ലാം ഉള്ള പ്രത്യേകത, ഈ ചില മുറി നിയമങ്ങൾ അറിയാവുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് ഇതിൻ്റെ അകത്ത്. അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങ് വിജയിച്ചെന്ന് കാണിച്ച് കഴിയുമ്പോൾ അവർ പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ വലിയ നിയമജ്ഞനാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്വാതി സാറില്ലേ, നമ്മുടെ പത്തനംതിട്ട ഉണ്ടായിരുന്ന സ്വാതി സാറ് പറയാൻ ആകെ പുള്ളിക്ക് അറിയാവുന്ന ഒറ്റ കേസ് നൂറുള്ള ഖാൻ കേസാണ്. ആ കേസ് ഹൈക്കോടതി വന്നപ്പം പറഞ്ഞു, അത് പറഞ്ഞ ഇവർക്ക് അനുകൂലമാണല്ലോ എന്നാണ് കോടതി ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ നൂറുള്ള ഖാൻ കേസ് എന്താണ് അയാൾ അന്ന് ഈ പത്രസമ്മേളനം നടത്തിയത്? നമ്മൾ ചിന്തിക്കണം. ആടിനെ പട്ടിയാക്കിയത് അയാൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഉദ്യോഗസ്ഥൻ പാലായിൽ ഇരുന്നിട്ട്
എൻ്റെ വണ്ടി റൂൾ 128 കംപ്ലൈ ചെയ്യുന്നില്ല എന്ന് എഴുതി വിട്ടു. പുതിയ വണ്ടി ആ, ഞാനല്ല കംപ്ലൈ ചെയ്യേണ്ടത്. റൂൾ 128 കംപ്ലൈ ചെയ്യുന്ന വണ്ടി ഞാനല്ല, ടാറ്റ പണിതാണ്. അപ്പം ആ നിയമത്തിനൊരു പ്രത്യേകത ഉണ്ട്. റൂൾ 128 ടൈപ്പ് 2 പ്രകാരം നിർമ്മിച്ച വണ്ടിയാണെങ്കിൽ റൂൾ 128 ബാധകമല്ലെന്ന് ഈ നിയമം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി ടൈപ്പ് 2 പ്രകാരം പണിതാണ്. അത് വെച്ച് വണ്ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാലാ ജോയിൻ്റ് ആർ ടി ഒ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ വിളിക്കുക. സത്യം പറയുക, അയാളുള്ള അമർഷം കൊണ്ടല്ല, അയാളുടെ ദയനീയാവസ്ഥ ഓർത്തിട്ടാണ്. അയാൾ എന്നോട് പറഞ്ഞ ഒരു ദിവസം, നീ നിയമമല്ല ഇത് പറയും, ഞാൻ അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കിത് നേരാവണ്ണം, എനിക്കിത് മൊത്തം വായിക്കാൻ പോലും അറിയത്തില്ല, നീ ചുമ്മാ നിയമമൊന്നും എന്നോട് പറയണ്ട, ഇത് ഞാനിങ്ങനെ എഴുതുള്ളൂ. അപ്പം ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ലെന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ഇയാളോർത്ത് വീണ്ടും ഞാനിത് കാല് പിടിച്ചോണ്ട് ചെല്ലുന്ന, കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. അപ്പോൾ അത് അങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് അയച്ചു കൊടുത്തപ്പോൾ നമ്മുടെ താടിക്കാരൻ സാറ് പറഞ്ഞു, ഇല്ല, എൻ്റെ വണ്ടിക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് തരില്ല. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല എന്ന്. ഞാൻ എന്നായിരുന്നു, ക്ഷമാപണമൊന്നും എനിക്കില്ല, ഞാൻ നേരെ കോടതി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കോടതി തീരുമാനിച്ചോട്ടെ, എത്ര നാൾ കിടന്നാലും. കോടതി തീരുമാനിക്കുമ്പം എനിക്കുള്ള നഷ്ടവും ഞാൻ കോടതി പറയും. അത് പറയുമ്പം ഈ സാറന്മാർ പലരും കരയേണ്ടി വരും. ആ 5-6 മാസം എന്നെ പിടിച്ചിട്ടപ്പം ഇവർക്ക് കിട്ടിയ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം ഹൈക്കോടതിയിലോട്ട് ബാക്കി വരുമ്പോൾ ഞാനത് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യം ഓർത്തോണം. എന്നിട്ട് രസമൊന്നുമല്ല, ഈ പറഞ്ഞ താടിക്കാരൻ കോടതി കൊടുത്ത ഇയാൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ, എൻ്റെ വണ്ടി ഈ റൂള് കംപ്ലൈ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥർ, അയാളുടെ അയാൾ പറഞ്ഞിട്ടാ ഇവർ ചെയ്തത്. ഈ കീഴുദ്യോഗസ്ഥർ എഴുതി തന്നുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നതെന്ന്. എൻ്റെ വണ്ടി ടൈപ്പ് 2 അല്ല, ടൈപ്പ് 2 അല്ല എന്ന് ആര് പറഞ്ഞു? താടിക്കാരൻ പറഞ്ഞു. ഈ പറഞ്ഞ വലിയ മുഴുത്ത സാറാ. കുഴപ്പമെന്നാണെന്നറിയോ, അങ്ങനെ ടൈപ്പ് 2 അല്ലാത്ത വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാ നിയമം. രജിസ്റ്റർ ചെയ്ത് വണ്ടിക്ക് നമ്പറും തന്നതല്ലേ, RC ബുക്കും തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ ഇത് ചെയ്തേ? കളം മാറുമോ? അന്നേരത്തെ വാശി തീർക്കാൻ വേണ്ടി അവൻ ചെയ്തതാ. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നാറാൻ പോകുന്ന ആരാ? കോടതി എന്തായാലും എൻ്റെ വണ്ടി പെർമിറ്റ് കൊടുക്കാൻ പറയും. നാറുന്ന ആരാ? ഞാൻ പത്രസമ്മേളനം നടത്തി ഞാൻ കാര്യങ്ങൾ പറയും. നാറുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തമേ നാറുള്ളൂ. ഇത് കൂട്ട് ഈ ശുഷ്കിച്ച ചിന്താഗതിയായിട്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ആ DTC ആയിട്ടിരിക്കുന്ന ആളും പാലാ ജോയിൻ്റ് ആർ ടി ഒയും പാലായിലെ ഒരു MEAയും ഒരു AMEAയും, ഇത്രയും പേരേ ഉള്ളൂ. ഈ 4 പേര് കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തമാണ് നാറുന്നത്. ഞാൻ നാറ്റിക്കാതെ വിടുവോ? എനിക്കുണ്ടായ നഷ്ടം ഞാൻ ഈ 4 പേരിൽ ആരോട് മേടിക്കണമെന്ന് ഞാൻ കോടതി പറയട്ടെന്ന്. അത്രേ ഉള്ളൂ. കാരണം കോടതി പറയുന്നവരോട് എനിക്ക് മതി, പതുക്കെ മതി. ജീവനോടെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി ചെയ്തിട്ടേ പോകും. ആ വണ്ടിക്ക് വാങ്ങിച്ച ലോണും ഒരുപാട് രൂപ പണിയും ഞങ്ങൾ സാറുമാർക്ക് ഒരുപാട് കിമ്പളം കിട്ടുന്നുണ്ടല്ലോ. അല്ല, പാലായിൽ ഞാൻ ഇപ്പൊ പറയാ, ഇവിടെ വിജിലൻസും സംവിധാനം ഉണ്ടെങ്കിൽ, വിജിലൻസ് ആക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പാലാ RT ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ആ സെക്ഷനിലിരിക്കുന്ന പാവങ്ങൾ വല്ലോ അവർ ഉണ്ടോന്ന് അവരുടെ തുണിയും പറിച്ച് അതിൻ്റെ അകത്ത് കൈയിട്ട് നോക്കാതെ കാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ഒന്ന് പിടിക്കട്ടെ, അവരെ ഒന്ന് ചെക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കട്ടെ. ഈ വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ തെറിക്കും. അത്ര വലിയ സാറുമാരാ പാലായിലിരിക്കുന്നത്. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ മേടിക്കുന്ന ദിവസവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, പാവങ്ങള് ജീവിച്ചു പോട്ട്, കഞ്ഞി കുടിച്ചു പോട്ട്. അല്ല, പാലായിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട് പണിയുന്നു. ഉദ്യോഗസ്ഥൻ്റെ പലരോടും പറയുന്നു, ഇന്ന കടയിലൊരു ബില്ലുണ്ട് അതെടുത്തോ, ഇന്ന കടയിലൊരു ബില്ലുണ്ട് അതെടുത്തോ. പുള്ളി കാശായിട്ട് വല്ലതും മേടിച്ചോ? ഇല്ല. പക്ഷെ ആ ബില്ലെടുക്കുന്നുണ്ട് ആൾക്കാർ. ഇല്ലെന്ന് പറയട്ടെ, പുള്ളി വീട് പണിയുന്നുണ്ട്. ആ വീട് പണിയുന്നതിൻ്റെ വിലയും കാര്യങ്ങളും ഒരു PWDയുടെ എഞ്ചിനീയറെ കൊണ്ട് PWDയുടെ ആള് അളന്ന് തിട്ടപ്പെടുത്തി അതിന് വില ഒന്ന് ഇടട്ടെ.
ആ വീടിൻ്റെ വാല്യൂ പറയട്ടെ, അന്നേരം മനസ്സിലാവും ആളിന് ഭരിക്കുന്ന പാർട്ടിയിൽ എന്താണ് ബന്ധം എന്നും കൂടെ നോക്കണം. ആളിന് ഭരിക്കുന്ന പാർട്ടിയിലെ ബന്ധം എന്താണെന്ന് നോക്കണം. പൊതുജനങ്ങളെ കഴുതിയാക്കുമല്ലേ വെറും പൊതുജനം എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ RC ബുക്കിൻ്റെ ഫീസ്, RC ബുക്ക് അടിച്ച് തരുന്നതിൻ്റെ ഫീസ്, ആ ഫീസും അടച്ച് അതിനുള്ള കവറ് മേടിച്ച് സ്റ്റാമ്പ് ഒട്ടിക്കുന്നതിൻ്റെ ഫീസും കൂടെ അടച്ച് കഴിയുമ്പം നമ്മളോട് പറയുന്നു ഓൺലൈനിൽ എടുത്തോളാം. RC ബുക്കോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെ ഓൺലൈനിൽ എടുത്തു. എന്നാൽ പിന്നെ പൈസ എന്തിനാണ് മേടിച്ച് നോക്കുന്നത്? അത് തന്നെ. ഇത് എങ്ങോട്ടാ പോകുന്നത്? കഴിഞ്ഞ ദിവസം അത് തന്നെ ഒരു ബുക്ക്, ഒരു RC ബുക്ക് ഹൈപ്പോത്തിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അവിടെ ചെന്നെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വാങ്ങിക്കാൻ ചെന്നാൽ പറഞ്ഞു അവിടെ നിങ്ങൾ ഇതിൽ അക്ഷയം എടുത്താൽ കേട്ടോ. അപ്പം ആരാ മണ്ട? ശരിയാണ്. എത്ര രൂപ ചിലവായല്ലേ ശരിക്കും പറഞ്ഞാൽ? എനിവേ അതൊക്കെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി കാണും. അല്ല, സാധാ ജനം ചിന്തിക്കണം. അല്ല, ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അടിച്ചമർത്തപ്പെട്ടവരാണ്. എന്തു പറഞ്ഞാലും മിണ്ടത്തില്ല, എന്തു വന്നാലും മറവി എന്ന്. അല്ല, അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പോകുന്ന വഴിക്ക് ഒരു ചെക്ക് റിപ്പോർട്ട് കിട്ടി, ഒരു ചെറിയൊരു പെനാൽറ്റി കിട്ടി, അത് തർക്കിച്ചാൽ ഊരിപ്പോകും എന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വന്നത്. സാറ് എഴുതി അതാവട്ടെ എടുക്കണ ഈ വണ്ടി, ആ ഡയലോഗ് എൻ്റെ കയ്യിൽ പൈസ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് കോടതി കേസ് കളിക്കുക, ഞാൻ വിടുകയല്ല. എനിക്ക് അത് വിടണ്ടെന്നേ, എനിക്കത് വിടണ്ട. എനിക്ക് ആ പൈസ എനിക്ക് അർഹതപ്പെട്ട പൈസയാണെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കും. ഇനി ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ആ കാട്ടിക്കുളം ചെക്ക് പോസ്റ്റിൽ ആൻഡ്രൂവിൻ്റെ ബസ് പിടിച്ചിട്ട് ഏതാണ്ട് 3,60,000 രൂപയും കണ്ട് ഫൈൻ അടിച്ചു വിട്ടെന്ന് പറഞ്ഞ്, ആണത്തം ഉള്ളതാണെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും നേതാവോ ഏതെങ്കിലും മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ആണത്തം ഉള്ളവരാണെങ്കിൽ ആ പൈസ അവനോടൊന്ന് മേടിക്കാവോ? ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന പണി ഞാൻ ചെയ്ത് കാണിക്കാം, പറയുന്ന പണി എന്തും. കാരണം ആ നിയമം ഇല്ല എന്നും അങ്ങനെ പിരിക്കാൻ പാടില്ലെന്നും കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ 25/4/2025 ഇറങ്ങിയ ഉത്തരവുണ്ട്. ഇതൊന്നും യുവമാർ കാണുന്നില്ല. അത് ഞാനത് അവരാരിലും ആരും എൻ്റെ അടുത്ത് വന്നില്ല, വന്നാൽ ഞാൻ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ചുമ്മാ വല്ലവൻ്റെ പണിയെടുക്കുന്ന പൈസ, വല്ലവൻ്റെ കുടുംബത്തെ പൈസ മേടിച്ച് പുട്ടടിച്ചിട്ട് അവനിട്ട് തൊഴിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഈ രാഷ്ട്രീയക്കാരൻ്റെ. മനസ്സിലായില്ലേ? ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് ചുരുക്കത്തിൽ ഒരു 2 പേര് പറയാമോ? ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, ഞാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു കാട്ടി ഇപ്പോൾ സുഖമായിട്ട് ഓടാമെന്ന് കാണിച്ചു കൊടുത്തു. ഏതൊരു മനുഷ്യർക്കും ഇത് തുടങ്ങാമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. ഒത്തിരി വണ്ടികൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഇത് കേരളത്തിൻ്റെ അകത്ത് തന്നെ ഓടാൻ ഒരു നിയമമുണ്ട്. അത് പറഞ്ഞല്ലോ. അതാണ് ഞാനിപ്പം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് വരുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, ആരോടും പിണക്കത്തിലല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് കാറിൽ യാത്ര ചെയ്യുന്നവരെ ബസ്സിലേക്ക് ആകർഷിക്കാനുള്ളൊരു മാർഗം എന്ന് മാത്രമേ ഞാൻ പൊതുഗതാഗതം. കാറിൽ യാത്ര ചെയ്യുന്നവരെ ബസ്സിലേക്ക് ആകർഷിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. പരമാവധി കാറുകൾ റോഡിൽ നിന്ന് മാറ്റിക്കൊണ്ട് ബസ്സിലേക്ക് അവരെ യാത്രക്കാരെ എത്തിക്കുക. അപ്പം നല്ല നല്ല യാത്രകൾ കൊടുക്കുക, നല്ല ബസ്സുകൾ, നല്ല വാഹനങ്ങൾ ഇട്ട് കൊടുക്കുക. അന്നേരം തന്നെ ആൾക്കാർ വരും. ഈ പാട്ട തൂക്കി കരിയും തുപ്പി ചവിട്ടിയാലും കിട്ടുകയില്ല, വായില പല്ല് പോകുന്ന എപ്പോഴാന്ന് പറയാം. അത് കൂട്ട് വണ്ടിയും കൊണ്ട് അത് പറയുമ്പം പച്ച പെയിൻ്റ് അടിച്ച എക്സ്പ്രസ്, ചുവപ്പടിച്ച ഫാസ്റ്റ്, ഇനി 5-6 വര കൂടുതൽ വരച്ച സൂപ്പർ ഫാസ്റ്റ്. ഇതിനെല്ലാത്തിനും പുറമെ പച്ചയും വെള്ളയും എല്ലാം കൂടെ ഒരുമാതിരി ഒന്നും അല്ലാത്ത കൂട്ട്, കഴുതയല്ല പുലിയല്ലാത്ത കൂട്ട് ഒരു സാധനമുണ്ട്. പിന്നെ പ്രീമിയം സൂപ്പർ രാത്രി. പക്ഷെ അതിൽ ചിന്തിക്കണം, രാത്രി ഓടുന്നില്ലേ? ഇഷ്ടം പോലെ. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാധനത്തിന് ഒരു ഫെയറും ഫാസ്റ്റേജും ഒക്കെ ഉണ്ട്. ഞങ്ങളും അതേപോലത്തെ വണ്ടി കൊണ്ടാണ് ഓടുന്നത്. ആ വണ്ടി ഓടുന്നതിനല്ല ഞാൻ ആ വണ്ടി ഓടിച്ചപ്പോൾ എന്നെ എന്തുമാത്രം മറ്റേ KSRTCയുടെ പച്ച മലയാളത്തിൽ, കാരണം ഇത് ചെറിയ വണ്ടിയാണ്, ഇത് ചെറിയ വണ്ടിയൊന്നും അല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു. ഇപ്പം KSRTCക്ക് അത് മതി. കുഴപ്പമുണ്ട്,
ഞാൻ ഒരിടത്തും യാത്രക്കാരനെ നിർത്തിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് നിന്നുള്ള യാത്രക്കാർ വേണ്ട, വേണ്ട, ഇരുന്ന് പോയാൽ മതി. സീറ്റില്ലെന്ന് തന്നെ അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത്രയോട് നിർത്തി കയറ്റും. എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? ആ വണ്ടികളൊക്കെ ഒരു 6 മാസം കഴിയുമ്പം എനിക്ക് ഏറ്റു നിൽക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും ആ വണ്ടികൾ. അന്നേരം എന്നാ പറയുന്നത്, ഇതിൻ്റെ വണ്ടി മോശമാണ്, വണ്ടിയുടെ മേക്ക് മോശമാണ്. വണ്ടിയും മോശമല്ല, മേക്ക് മോശമല്ല, ഇതിൻ്റെ നടത്തിപ്പിലുണ്ടായ ഊളത്തരം കൊണ്ടാണ്. ഗതാഗത മന്ത്രി നല്ല കുടുംബത്തിൽ പറഞ്ഞവനാണ്, വിവരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൽ നന്നായിട്ട് പഠിച്ചു പുള്ളി പെരുമാറും എന്നൊക്കെ എല്ലാവരും ഓർത്ത്. എന്ത് ചെയ്യാൻ പറ്റും? നല്ല കറിയാണ് പുള്ളി, നല്ല കറി. വിളമ്പിത് ഈ പഴയ ഇരിക്കുന്ന കോളാമ്പിയിലോട്ടായി പോയില്ലേ? കഷ്ടം. പഴയ കോളാമ്പിലോട്ട് വിളമ്പി. ഗതാഗത മന്ത്രി എന്ത് ചെയ്യാനാ? അത് തന്നെ, പുള്ളിക്ക് ഓർഡർ ഇടാനല്ലേ പറ്റുള്ളൂ. പുള്ളി എന്ത് കാര്യമായിട്ട് അത് നല്ലപോലെ പ്രൊമോട്ട് ചെയ്തല്ലേ? നന്നായിട്ട് പ്രൊമോട്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്താലും കോളാമ്പി കിടക്കുന്ന പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? പുള്ളിയെ കൊണ്ട് ബെൽറ്റ് വരെ ഇടിച്ചെന്നുള്ളതാ. അതെ അതെ അതെ. പക്ഷെ പുള്ളി നല്ലതായിട്ട് ചെയ്തു. അല്ല, പക്ഷെ പുള്ളി ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രിയുടെ ജോലി വണ്ടി ഓടിച്ചു കാണിക്കലാണോ? അല്ല, എന്നാലും പുള്ളി അത് പ്രൊമോട്ട് ചെയ്യാൻ. ഇവിടെ എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത തന്നെ, നമ്മൾ അവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന കോളേജ് രാഷ്ട്രീയമാണ്. കോളേജ് പിള്ളേർ ഒരു ഇലക്ഷൻ വരുമ്പം കുട്ടിക്കരണം പറഞ്ഞ് അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. ഒരു സംഭവം ഉണ്ടായാൽ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യം പറയാം. ഈ കുട്ടിക്കാലത്തിന് താഴെ വെച്ച് ഒരു വിനോദയാത്ര പോയ KSRTC മറിഞ്ഞ് 4 പേര് മരിച്ചു ഇല്ലേ? നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കണ്ടതാണ്. കേരളത്തിൻ്റെ എത്ര മന്ത്രിമാർ ഈ മരിച്ചവരുടെ വീട്ടിൽ കൂടെ പോയായിരുന്നു? നിന്ന നിപ്പിൽ സർക്കാരാണ് 5 ലക്ഷം രൂപ വെച്ച് പ്രഖ്യാപിച്ചത്. അതിൽ മരിച്ച പലരുടെയും കോടികൾ ഇൻഷുറൻസ് കിട്ടേണ്ടതാണ്. 5 ലക്ഷം രൂപയെ തീർന്നു പോയി പരിപാടി. പിന്നെ അപ്പോൾ ഒന്ന് ചിന്തിച്ച, മരിച്ചവരോടുള്ള ആദര സൂചകമായിട്ട് പോയതാണോ? നമ്മൾ ഇവിടുത്തെ പ്രബുദ്ധനായ മലയാളി പറയുന്നില്ല, ഓ മന്ത്രിമാർ ഇത്ര മന്ത്രിമാർ പോയി. നമ്മൾ തിരിച്ചു ആലപ്പുഴ സൈഡിൽ ഒരു ടവേര കാറ് പോയി ഇടിച്ചു കയറിയിട്ട് 9 പേരോ 11 പേരും കണ്ട് മരിച്ചായിരുന്നു. എത്ര മന്ത്രിമാരാ വീടുകളിൽ കൂടെ പോയായിരുന്നു? ഒന്ന് പറഞ്ഞു തരാമോ? എത്ര മന്ത്രിമാർ? അത് 9 പേര് 9 10 പേരും കണ്ട് മരിച്ചതാണ്. എത്ര മന്ത്രിമാർ പോയായിരുന്നു? അന്നേരം പറഞ്ഞപ്പം കുത്തിക്കിടപ്പ്, പിള്ളേരുടെ കുത്തിക്കിടപ്പ് കൊണ്ട് പറ്റിയതാണ്. അതോ ഞാൻ ചോദിക്കട്ടെ, സ്റ്റേജ് കാരേജായിട്ട് രജിസ്റ്റർ ചെയ്ത വണ്ടി കോൺട്രാക്ട് കാരേജായിട്ട് ഓടിച്ച KSRTCക്ക് അത് ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ലാത്ത സാധനം ഓടിച്ചിട്ട് അത് കൃത്യമായിട്ട് കേസിന് പോയാൽ ആ വണ്ടി അയച്ചോൻ സഹിതം പണി മേടിക്കും. പക്ഷെ ഇവിടെ ആരും പോകില്ല. ആരും പോകുന്നില്ല. കോടതി എല്ലാവർക്കും ഇപ്പൊ കേൾക്കുന്നവരോർക്കും എന്നാ നിനക്ക് പോകാൻ പറ്റുന്നു. ഞാൻ എത്ര എണ്ണത്തിനാ പോകുന്നത്? എന്റെ മക്കൾക്ക് കഴിക്കാനുള്ളത് ഞാൻ കോടതി വരുന്നതിനെ കൊണ്ട് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒരാൾ നോക്കിയാൽ നാട് നന്നാകുകയെന്ന് എനിക്കറിയാം. അത് ഞാൻ ചോദിക്കാൻ വന്നത് ചോദ്യമാണ്. പക്ഷെ ഒറ്റ കാര്യം, ഇവിടുത്തെ മന്ത്രിമാർ എന്നാന്നാ ചിന്തിക്കുന്നത്? 4 പേര് കുട്ടിക്കാലത്തിന് താഴെ ആക്സിഡന്റ് ഉണ്ടായി മരിച്ച 4 പേരുടെ വീടുകളിൽ കൂടെ ഈ റോഷി അഗസ്റ്റിൻ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. റോഷി അഗസ്റ്റിൻ, പിന്നെ കോട്ടയത്തെ വാസവൻ സാബ്, എത്ര മന്ത്രിമാരാ സ്പോട്ടിൽ ഓടിയെത്തി. ഭയങ്കര എന്തായിരുന്നു ആരവങ്ങൾ, മന്ത്രിമാരും എല്ലാം ഭയങ്കര ഇത്. ഞാൻ ചോദിക്കുന്നത്, ഇതേ സംഭവമല്ലേ 9 10 ജീവൻ പോയ ആലപ്പുഴ എന്തുകൊണ്ട് എത്ര മന്ത്രി പോയി? ഒരു മന്ത്രിയും പോയില്ല. അതിന് ആ പിള്ളേർക്ക് വിലയില്ലാത്തവരായിരുന്നോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ KSRTC പോകുന്ന നമുക്ക് യാതൊരു ഇൻഷുറൻസ് ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു ഇൻഷുറൻസും ഇല്ല. ജീവനെ വെച്ചാണോ? നിയമപ്രകാരം ഇതും കൊണ്ട് ടൂർ പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ കേൾക്കുന്ന പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിനോദയാത്രയ്ക്ക് പോയ ഒരു KSRTC ബസ് അരുവിത്ര പള്ളി, ഈരാറ്റുപേട്ട അരുവിത്ര പള്ളിയുടെ ഗ്രൗണ്ടിൽ കിടക്കുക, പള്ളിയുടെ മുറ്റത്ത് കിടക്കുക. എന്നാ നേഴ്സറി സ്കൂളിലും 5ാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേരെ, കൊച്ചു പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ നിന്ന് പള്ളികൾ സന്ദർശിക്കാൻ പോയ വണ്ടിക്ക് കാലാവധി കഴിഞ്ഞ് 15 വർഷം കാലാവധി കഴിഞ്ഞിട്ട് 5 വർഷം കൂടെ കഴിഞ്ഞ വണ്ടി. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവന് ഒരു വില ഇവന്മാർ കൽപ്പിച്ചില്ല. ഇവന്മാർക്ക് വണ്ടി ഇല്ലാഞ്ഞിട്ടാണ്. എന്നാൽ നല്ലൊരു വണ്ടി വേണ്ടേ, അത് വിട്ടില്ല. കാശ് മേടിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു,
ഇവർ ഓരോ ടൂർ പാക്കേജും നടത്തുന്നുണ്ട്. ഇവർ മേടിക്കുന്ന പൈസ, ആ പൈസയുടെ പകുതി പൈസക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകാർ വരും. അത് തന്നെ, ടൂറിസ്റ്റ് ബസ്സുകാർ വരും. എന്തുകൊണ്ട്? ഞാൻ എഴുതി വെച്ചു, നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും എഴുതി വെച്ചു. ഇത് ഈ പറഞ്ഞ KSRTC വിളിച്ച് ടൂറ് പോകുന്ന ഓരോ വ്യക്തി, അവനാണ് യഥാർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞ കുശുമ്പ് കൊണ്ട് ജീവിക്കുന്ന വർഗം. കുശുമ്പ് കൊണ്ട് ജീവിക്കുന്ന മലയാളി എന്ന് പറയുന്നത് അവനെ വേറെ ഈ ഭൂമിയിൽ ഒന്നിനും നോക്കണ്ട. KSRTCയുടെ ബസ് വിളിച്ച്, റൂട്ട് ബസ് വിളിച്ച് ടൂറ് പോകുന്ന ആ വർഗം, ആ മലയാളിയാണ് യഥാർത്ഥത്തിൽ ഒരു പണിയും ചെയ്യല. അവൻ നല്ല ഒരു കാര്യം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പാരയും പറ്റും. അല്ല, പാരയും പറ്റും ചോദിച്ചോട്ടെ, ഈ വണ്ടി ആക്സിഡൻ്റ്, എനിക്ക് അതാണ് പോയിന്റ്. അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ഈ വണ്ടി ആക്സിഡൻ്റ് ആയി ഇവർക്കാർക്കും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണല്ലോ ജീവനെ പണയപ്പെടുത്തിയ ഞാൻ ചോദിക്കുന്നത്. സർക്കാർ ഇപ്പം എൻ്റെ ഒരു വണ്ടിയാണ്, ഇൻഷുറൻസ് ഇല്ലാതെ പോയി അപകടം ഉണ്ടായി. മന്ത്രിമാരൊക്കെ വരും, ശരിയാ. സർക്കാർ 5-10 ലക്ഷം ഉണ്ടാക്കി കൊടുക്കുമോ? ഒന്നുമില്ല. സർക്കാർ 5-10 ലക്ഷം രൂപ, 10 കൊടുത്തില്ല, 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തെന്ന് അവരൊന്ന് തെളിയിക്കട്ടെ. കൊടുത്തിട്ടൊന്നുമില്ല, കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് യാതൊരു പേപ്പറും ഇല്ലാത്ത വണ്ടി. ചിന്തിക്കണം, ഇത് മിന്നൽ സർവീസായിരുന്നു. മിന്നൽ ദൈവമേ, ഇത് മിന്നലായിട്ട് പോകുമ്പം. പിന്നെ നമ്മുടെ മന്ത്രി ഒരുത്തനെ പിടിച്ച് വണ്ടി പിടിച്ച് അകത്തിട്ടേക്കാൻ ഉത്തരവിട്ടായിരുന്നു കണ്ണൂർ. അവന്റെ വണ്ടിക്ക് ചീറ്റപ്പുലി എന്ന് പേരിട്ടു. അത് തന്നെ. ഞാൻ അന്നിട്ട ഒരു ട്രോൾ ഞാൻ ഇന്ന് ഓർക്കുന്നത്. ട്രോൾ ഉണ്ടാക്കിയതാ. എന്നാ പിന്നെ മിന്നൽ എന്ന് പറഞ്ഞാൽ മിന്നൽ ആകാശത്ത് നിന്നാ പോരെ. ചീറ്റപ്പുലി കാട്ടി മതിയെങ്കിൽ മിന്നൽ ആകാശത്ത് നിന്നാ പോരെ. ശരിയാ. എന്തിനാ മനുഷ്യന്റെ ഇടയ്ക്ക് റോഡിലോടുന്നു? ഈ മന്ത്രിക്ക് വിവരമില്ല. ഇതൊക്കെ കൂടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്തിട്ട് ഇയാൾ പറയുന്ന. എന്നാ കൂടെ ഉള്ളവനെല്ലാം ഞാൻ ചോദിക്കുന്നത്, ഒരു ബിടെക് പാസ്സായി അല്ലെങ്കിൽ ഒരു MTech എടുത്ത ഒരു മെക്കാനിക്കൽ ഒരു ഇതെടുത്ത ഒരു ഉദ്യോഗസ്ഥനല്ല. ഈ പോളിടെക്നിക്ക് പഠിച്ചിട്ട് നമ്മൾ ഈ പോളിടെക്നിക് അല്ലേ നമ്മുടെ എല്ലാം ഒരു ലെവല്. മറ്റേ ആശാന്റെ വൈതരണി ആശാന്റെ വർക്ക്ഷോപ്പും, വൈതരണി ആശാന്റെ വർക്ക്ഷോപ്പില് 1 വർഷത്തെ എക്സ്പീരിയൻസ്. മോട്ടോർ വാഹന വകുപ്പിൽ ജോലിയായി. നറുക്കിട്ട് പോലെയുടെ നാട്ടിൽ നിൽക്കുന്ന ഞാൻ പിന്നെ എങ്ങനെ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. എന്റെ ദേഹം നൊന്നാ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അത് ഏത് രീതിയിലും എത്ര നാൾ കാത്തിരുന്നാലും കൊടുക്കും. അത് വാങ്ങാൻ തന്നെ ഉള്ളവനെ എന്നോട് കളിക്കാൻ. ഞാനൊരു ദക്ഷിണ തരട്ടെ. ഇനി ചില വാക്കുകളുണ്ടല്ലോ, ചില നമ്മളെ കാണുന്നവർക്ക് വരെ അത് ഭയങ്കര പ്രചോദനമാണ്. അതെ, നമ്മൾ ഇപ്പോൾ ഗിരീഷേട്ടനെ എൻ്റെ അവസ്ഥയിലൂടെ, അതായത് ഈ കൈ വയ്യ, എനിക്ക് ഇത് വയ്യ, ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേര് കാണുന്നുണ്ട്, നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാണുന്നവർക്കും അവർക്കും ഒരു എനർജിയാണ്. നമ്മൾ ഇത്ര ഇല്ലേ, അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. അത് തന്നെ, അതാണ് നറുക്കിട്ട നാട്ടിലെ നറുക്കിട്ട് പോലെയുടെ നാട്ടിലാണ്. അത് തന്നെ. അവിടെ ജീവിച്ച് പഠിച്ച ഞാൻ എന്നെ ക്ഷമിച്ച് സഹിച്ച് മറ്റേ വാവായിക്ക് പുത്രനും വെച്ച് ഞാൻ കുരിശുമുട്ടി കയറിയിരിക്കുകയല്ല. കുരിശുമുട്ടി ഇല്ല, അടിച്ചാൽ അവനെ തിരിച്ചടിച്ചിരിക്കും. അത് എത്ര കാലം ഉണ്ടെങ്കിലും നോക്കിയിരുന്നടിക്കും.